ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 10ൽ എങ്ങനെയാണ് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്, അതേപോലെ എങ്ങനെയാണ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനായിട്ട് വിൻഡോസ് സ്റ്റോർ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ വിൻഡോസ് സ്റ്റോറിൽ ലഭിക്കാത്ത ആപ്ലിക്കേഷനുകൾ നമുക്ക് ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ടുള്ള ഒരു വെബ്സൈറ്റും ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യം നമുക്ക് വിൻഡോസ് സ്റ്റോറിൽ നിന്നും എങ്ങനെയാണ് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നിന്നും വിൻഡോസ് സ്റ്റോർ ഓപ്പൺ ആക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിൻഡോസ് സ്റ്റോർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഹോം, ആപ്സ്, ഗെയിംസ്, മ്യൂസിക് അങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കുറേയേറെ ആപ്ലിക്കേഷനുകൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. എന്നാൽ ഞാനിവിടെ കാറ്റഗറി എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറെ ആപ്ലിക്കേഷന്റെ ലിസ്റ്റുകൾ കാണാൻ സാധിക്കും. അതായത് ടോപ്പ് ഫ്രീ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും, അതേപോലെ ടോപ്പ് പെയ്ഡ് ആപ്ലിക്കേഷൻ കാണാം, ബെസ്റ്റ് റേറ്റഡ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ കുറേയേറെ കാറ്റഗറി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ ടോപ്പ് ഫ്രീ എന്നുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ടോപ്പ് പെയ്ഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നോക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത് പേ ചെയ്ത് വാങ്ങേണ്ട ആപ്ലിക്കേഷനുകളാണ്. ഞാനിപ്പോൾ ടോപ്പ് ഫ്രീ എന്നുള്ളതിൽ നിന്നും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ നിന്നും നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, നെറ്റ്ഫ്ലിക്സ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിത് ഇവിടെ നിന്നും ഓപ്പൺ ആക്കിയാണ്. നോക്കുക, ആപ്ലിക്കേഷന്റെ റേറ്റിംഗ് ഇവിടെ കാണാൻ സാധിക്കും. 3.9 റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ, അതായത് നെറ്റ്ഫ്ലിക്സ് പോലെ തന്നെ ഉള്ള ആപ്ലിക്കേഷനുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലൈക്ക് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂ കൊടുത്തിട്ടുള്ളവരോ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളായിരിക്കും ഇവിടെ പീപ്പിൾസ് ആൾസോ ലൈക്ക് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഇത് ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ നോക്കുക, ഇത് ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. ഈ ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാർട്ടിംഗ് ഡൗൺലോഡ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. വളരെ ചെറിയ ഒരു ഫയലാണ്, 10.2 MB ഉള്ള ഒരു ചെറിയ ഫയലാണ്. നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡൗൺലോഡ് ആവുന്നത്. ഞാനിത് ഡൗൺലോഡ് ആയതിനു ശേഷം ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കാം. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇൻസ്റ്റാൾ ആവുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ കാണണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടുകൾ മാറ്റി നോക്കാൻ സാധിക്കും. പല സ്ക്രീൻഷോട്ടുകൾ ഇവിടെ ആ ആപ്ലിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും റീസെന്റ്ലി ആഡഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ റീസെന്റ് ആയിട്ട് ആഡ് ചെയ്ത ആപ്ലിക്കേഷനുകൾ ഇവിടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പിൻ ടു സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ സ്റ്റാർട്ട് മെനുവിലേക്ക് എത്തുന്നതാണ്. നമുക്ക് ഇവിടെ ഒന്നും ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുന്നതാണ്. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ അല്ല. ഇത് നമുക്ക് ഒരു മാസത്തേക്ക് ട്രയൽ വേർഷൻ ആണ് ലഭിക്കുന്നത്. അതിനുശേഷം ഇതിന് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജോയിൻ ഫ്രീ ഫോർ എ മന്ത് എന്നിവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഒരു മാസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം ഇത് പേയ്മെന്റ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ഗൂഗിളിൽ നിന്നും download.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് വിൻഡോസ് 10 വേണ്ടി ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും download.cnet.com എന്ന് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കുക, പോപ്പുലർ ലിങ്ക്സ്, അതേപോലെ കാറ്റഗറി, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മോസ്റ്റ് പോപ്പുലർ എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. മോസ്റ്റ് പോപ്പുലർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ download.comലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്ലാറ്റ്ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വിൻഡോസ്, മാക്, വെബ്, ആൻഡ്രോയിഡ്, iOS, മൊബൈൽ, അങ്ങനെ കാറ്റഗറി ഇവിടെ തിരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിവിടെ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ വിൻഡോസ് സെലക്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും. അതേപോലെ ഫ്രീ ആപ്ലിക്കേഷനുകൾ ഉണ്ട്. അതിന്റെ ഓരോന്നിന്റെയും കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫ്രീ ആപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ഫ്രീ ആപ്ലിക്കേഷനുകളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവാസ്റ്റ് ഫ്രീ ആന്റിവൈറസ്, അതേപോലെ സി ക്ലീനർ, അങ്ങനെ തുടങ്ങിയ
നല്ല നല്ല ആപ്ലിക്കേഷനുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകളെല്ലാം നമുക്ക് ഇവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ സി ക്ലീനറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റിംഗും മറ്റും കാണാൻ സാധിക്കും. ആവറേജ് യൂസർ റേറ്റിംഗ് ഏകദേശം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ ഡൗൺലോഡ് എഡിറ്റേഴ്സ് റേറ്റിംഗ് ഇവിടെ കാണാൻ സാധിക്കും. അതും ഇവിടെ വളരെ നല്ല റേറ്റിംഗ് ആണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതേപോലെ യൂസേഴ്സ് റിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും. ഓരോരുത്തരും ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. ഞാനിത് ഇവിടെ ഒന്നും ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആവുന്നതാണ്. ഇവിടെ നോക്കുക, താഴെയായിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നോക്കുക, സി ക്ലീനർ ഇവിടെ സെറ്റപ്പ് ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നോർമലായിട്ട് ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ബാക്കി ഇതിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഞാനിത് നോ കൊടുക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഞാൻ ഈ ആപ്ലിക്കേഷൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് വിൻഡോസ് 10 നമ്മൾ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ആപ്പ് സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വിൻഡോസ് സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ഒട്ടുമിക്ക ആപ്ലിക്കേഷനുകളും വിൻഡോസ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. വിൻഡോസ് സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്ത ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയത്. download.com എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാം. ഒരുപാട് ആപ്ലിക്കേഷനുകൾ, ഒരുപാട് വിസിറ്റേഴ്സ് ഉള്ള ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആപ്ലിക്കേഷനുകളുണ്ട്. ഞാനിപ്പോൾ കാണിച്ചതുപോലെ സി ക്ലീനർ, അവാസ്റ്റ് തുടങ്ങിയ നല്ല നല്ല ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് download.com നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ഇതറിയാത്തവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എൻ്റെ ഫേസ്ബുക്കിലും മറ്റും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഫേസ്ബുക്കിൽ മെസ്സേജായിട്ടൊക്കെ വരാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കുക, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ഒന്നും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്നുള്ളത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിന്നും എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. വളരെ നല്ല നല്ല വീഡിയോകൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫേസ്ബുക്ക് പേജാണ്. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ സാധിക്കും. യൂട്യൂബിലിടുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഞാൻ ഇവിടെ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. യൂട്യൂബിൽ വീഡിയോ കാണുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും വീഡിയോകൾ കാണാൻ സാധിക്കും. എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.